ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചിരിക്കുന്ന ആളുകൾ, അവരിൽ ശിർക്ക് വരുമെന്നും വന്നിട്ടുണ്ട് എന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുമൊക്കെ എല്ലാവർക്കും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ ശിർക്ക് വന്നാലും അവരഭിസംബോധന ചെയ്യേണ്ട എങ്ങനെയാ? ഇസ്ലാമിക പ്രമാണങ്ങളോട് വായിച്ചെടുത്താൽ ബോധ്യമാകുന്നത് അവരഭിസംബോധന ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെ വിളിക്കേണ്ടത്. മുശ്രിക്കുകളെ എന്ന് വിളിക്കാനുള്ള വകുപ്പ് കാണുന്നില്ല. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പേരിന് മാത്രം അംഗീകരിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് പേരിന് പോലും അംഗീകരിക്കാതിരിക്കുകയും പരിശുദ്ധ കഅബയെ ഖിബ്ലയായി സ്വീകരിക്കാതിരിക്കുകയും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വേദക്കാരെന്ന് പറയുന്ന ജൂത ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ സംസാരിക്കുന്നത് യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ എന്നാണ്. യാ അയ്യുഹൽ മുശ്രികൂൻ എന്നോ യാ അയ്യുഹൽ കാഫിറൂൻ എന്നോ അല്ല. അങ്ങനെയെങ്കിൽ പേരിനെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരെ മുശ്രിക്കുകളെ എന്നോ കാഫിറുകളെ എന്നോ വിളിക്കാൻ നമുക്ക് നിർവാഹമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള ന്യായ സമീപനങ്ങളുടെ നിലപാടുകളുടെ ഭാഗവും അതങ്ങനെ തന്നെയാണ്. എന്നാൽ ചിലരൊക്കെ നമ്മൾ അവരെ മുശ്രിക്കാക്കുന്നു, അവരെ മുശ്രിക്കെന്ന് വിളിക്കുന്നു എന്നൊക്കെ ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിലേ പിടിച്ചിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് മുജാഹിദ് പ്രസ്ഥാന നിലപാടല്ല, നയമല്ല. 2-3 ആഴ്ച മുമ്പ് നമ്മുടെ ഒരു സുഹൃത്ത്, ഒരാദർശ ബന്ധു, ട്രെയിൻ യാത്രക്കിടെ കുഴഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി. അദ്ദേഹം മരിക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഗൾഫിലുള്ള തൻ്റെ മകനും നാട്ടിലെ ചില ആദർശ സുഹൃത്തുക്കൾക്കും അയച്ച ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. എനിക്കിവിടെ ആമുഖമായി ആ മെസ്സേജ് വായിക്കാനാണ് തോന്നുന്നത്. ആശ്രയിക്കാൻ നമുക്ക് അല്ലാഹു ഉണ്ട്. അതാണ് നമ്മുടെ ബലം. വഴി നടത്താൻ നമുക്കൊരു റബ്ബുണ്ട്. അതാണ് നമ്മുടെ ധൈര്യം. പടച്ചവന് അസാധ്യമായി ഒന്നുമില്ല. അതാണ് നമ്മുടെ വിജയം. ഒരു ആദർശ ബന്ധുവിൻ്റെ ഒരു വേള അദ്ദേഹം അവസാനമായി അയച്ചിരിക്കുന്ന മെസ്സേജാണത്. അലൈസല്ലാഹു ബി കാഫിൻ അബ്ദഹു എന്ന ഖുർആനിൻ്റെ ചോദ്യം നിങ്ങൾക്കൊരു അല്ലാഹു പോരെ എന്ന മനോഹരമായ ഗാനത്തിലൂടെ സമൂഹത്തിന് സമർപ്പിച്ചത് എസ്.എ. ജമീലും ഷാജിയുമാണ്. ആ ആശയം കേരളീയ മുസ്ലിം നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ആശയമാണ്. അതുവഴിയാണ് നമ്മൾ സഞ്ചരിച്ചു വന്നിട്ടുള്ളത്. മഹാനായിരിക്കുന്ന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ജാഹിലിയത്ത് എന്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലാത്തവർക്ക് ഇസ്ലാമിനെയും ഇസ്ലാമിൻ്റെ മഹത്വത്തെയും കൃത്യമായി കണിശമായി വ്യക്തമായി മനസ്സിലാക്കുവാൻ പലപ്പോഴും പ്രയാസം തന്നെയായിരിക്കും. ഏത് സമൂഹത്തിലും വിശ്വാസപരമായി ആദർശപരമായി അതിൻ്റെ അടിത്തറയിലേക്ക് ഇറങ്ങിച്ചെന്ന് മനനം നടത്താത്തവർ, അല്ലെങ്കിൽ അതിന് അവസരം കിട്ടാത്തവർ, അവരാണ് എത്രയും നേരത്തെ ആദർശ വ്യതിയാനങ്ങളിലേക്ക്, വ്യതിചലനങ്ങളിലേക്ക്, ശിർക്കുപരമായിരിക്കുന്ന വിശ്വാസങ്ങളിലേക്ക് കൂപ്പുകുത്തിയിട്ടുള്ളത്. പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും പിന്നീടുള്ള സമൂഹങ്ങളിലുമൊക്കെ നമുക്കത് പ്രകടമാണ്. ഒറ്റ ഉദാഹരണം നമുക്കറിയാവുന്നത് തന്നെയാണ്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക ഫതഹിന് വരുമ്പോൾ കൂടെയുള്ളത് ഏതാണ്ട് 8000-ഓളം മുസ്ലിങ്ങളാണ്. അവർ മദീനയിൽ വെച്ച് ഇസ്ലാമിനെ കൃത്യമായി പഠിക്കുകയും അതിൻ്റെ ആദർശതലങ്ങളിൽ അവഗാഹം നേടുകയും ചെയ്തിരിക്കുന്ന കറകടഞ്ഞ വിശ്വാസികളാണ്. എന്നാൽ മക്ക ഫതഹിൻ്റെ സമയത്ത് ഏതാണ്ട് 4000-ഓളം ആളുകൾ കൂടി ഇസ്ലാമിലേക്ക് വന്നു. അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
പക്ഷെ ആ പ്രഖ്യാപിച്ച വാക്യങ്ങളുടെ അർത്ഥവും ആശയവും ആഴത്തിൽ പരപ്പിൽ മനസ്സിലാക്കുവാനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവർ കൂടിയുണ്ട് ഹുനൈനിലേക്കുള്ള യാത്രയിൽ. ആ യാത്രാമധ്യേ അവരിൽപ്പെട്ട ഈ പുതിയ ടീമിൽപ്പെട്ട ചിലർ പ്രവാചകരോട് ചോദിച്ച ചോദ്യമാണ് ഇജ് അല്ലന ദാത്ത അൻവാദ് കമാലഹും ദാത്തു അൻവാദ്. പ്രവാചകരെ, മുശ്രിക്കുകൾക്ക്, നിഷേധികൾക്ക് യുദ്ധവേളകളിലൊക്കെ അവരുടെ വാളുകൾ കൊളുത്തിയെടുക്കുവാനുള്ള ഒരു മരമുണ്ട്, അതുപോലെ ഞങ്ങൾക്കും ഒരു മരം നിശ്ചയിച്ചു തരണം എന്നാണ് പറയുന്നത്. ചോദിച്ചത് മരമാണ്, ആവശ്യം വാള് കൊളുത്തിയെടുക്കലാണ്. പ്രത്യക്ഷത്തിൽ അവിടെ വിശ്വാസപരമായിരിക്കുന്ന വ്യതിചലനമോ അന്ധവിശ്വാസമോ ശിർക്കുപരമായിരിക്കുന്ന കാര്യങ്ങളോ ഒന്നും ഒരു വേള കണ്ടേക്കില്ല. പക്ഷേ ആ ചോദ്യത്തിൻ്റെ ശരിയായ ലക്ഷ്യമെന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വിഷയമെന്താണ് എന്ന് നല്ല ബോധ്യമുള്ള പ്രവാചക തിരുമേനി പ്രതികരിച്ചത് സുബ്ഹാനല്ലാഹ് ഹാദാ കമാ സുഇല മൂസ ഇജ് അല്ലന ഇലാഹൻ കമാലഹും ആലിഹ. ഇത് തന്നെയാണല്ലോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അവിടുത്തെ ജനങ്ങൾ ചോദിച്ചത്. എന്താ ചോദിച്ചത്? ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയപ്പോൾ അവിടെ കുറേ ആളുകൾ വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ ഭജനമിരിക്കുന്നു, ഈത്തിക്കാഫിരിക്കുന്നു. അവരെ കണ്ടപ്പോൾ മൂസാ നബിയുടെ അനുയായികൾ ചോദിക്കുകയാണ്, മൂസ ഇജ് അല്ലന ഇലാഹൻ കമാലഹും ആലിഹ. അവർക്ക് ഒരുപാട് ആരാധ്യന്മാരുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, അതുപോലെ ഒരു ഇലാഹിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ചു തരണം. ആ ചോദ്യം ശിർക്കാണ് എന്നോ അന്ധവിശ്വാസമാണ് എന്നോ വ്യതിചലനമാണ് എന്നോ പ്രത്യേകം പറയേണ്ടതില്ലാത്ത വിധം സുവ്യക്തമാണ്. എന്നാൽ അതിനോട് സമാനമായിരിക്കുന്ന ചോദ്യമാണ് അല്ലയോ മുസ്ലിങ്ങളെ നിങ്ങൾ ചോദിച്ചിരിക്കുന്നത് എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മരത്തെ ചോദിച്ചവരോട് പറഞ്ഞത്. ഇതെങ്ങനെയാ സമമായത്? ഇതെങ്ങനെയാ സമമായത്? എന്താ തമ്മിലുള്ള ബന്ധം, അല്ലെങ്കിൽ എന്താ തമ്മിലുള്ള വ്യത്യാസം? എസ് എ ജമീൽ പറഞ്ഞ പോലെ തന്നെ നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരിമല യാത്രയും ഒന്നല്ലേ, നാനാവിധ ദർഗാ പൂജയും ജാറം മൂടലും മുത്തലും ഇന്നില്ലേ. പാടിയല്ലോ, ഇതൊക്കെ എല്ലാം ഒന്നല്ലേ എന്നാണ്, സമാനമാണ്. എങ്ങനെ സമാനമായത്? അജ്മീർ ഖ്വാജയോട് തേടുമ്പോഴും, ബദരീങ്ങളോട് തേടുമ്പോഴും, മുഹദീ ഷേഖിനോട് തേടുമ്പോഴും, ഈസാ നബിയോട് അല്ലെങ്കിൽ യേശുക്രിസ്തുവിനോട് തേടുമ്പോഴും, കന്യാമറിയത്തോട് തേടുമ്പോഴും, ശബരിമല അയ്യപ്പനോടോ ഗുരുവായൂരപ്പനോടോ തേടുമ്പോഴും ആ തേടുന്ന ഒരാളും വിശ്വസിക്കുന്ന വിശ്വാസം എന്താ? ഇവരൊക്കെ നേരിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ മുമ്പിൽ ഹാജരായി നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്ന് നമ്മളെ സഹായിച്ച് തിരിച്ചു പോകുമെന്നല്ല. മറിച്ച് ഇവരോടൊക്കെ തേടിയാൽ നമുക്കറിയാൻ കഴിയാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, തീർത്തും നിഗൂഢമായ, അദൃശ്യമായ ഏതോ മാർഗത്തിലൂടെ അവർ നമ്മെ സഹായിക്കും. അവർ നമ്മളുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു തരും. ആ വിശ്വാസമാണ് അവയ്ക്കിടയിലുള്ള സമാനത. ആ സമാനത തന്നെയാണ് അതിൽ കടന്നു വരുന്ന ശിർക്ക്. അതിൽ കടന്നു വരുന്ന ശിർക്ക്. ഇതാണ് വിഷയം. ഈ മരത്തെ ചോദിച്ചവർ ലക്ഷ്യമാക്കിയത് എന്താ? പ്രവാചക തിരുമേനി നിശ്ചയിച്ചു കൊടുക്കുന്നൊരു മരത്തിൽ തങ്ങളുടെ വാള് കൊളുത്തിയെടുത്താൽ, ആ വാള് കൊണ്ട് യുദ്ധം ചെയ്താൽ യുദ്ധം വിജയിക്കും. എന്താ കാരണം? ആ വാളിന് എന്തോ ഒരു പ്രത്യേകമായിരിക്കുന്ന കരുത്തോ കുരുത്തോ എന്തോ കിട്ടിയിട്ടുണ്ട് അവിടുന്ന്. അങ്ങനെ കിട്ടും. അതിന് മലയാളത്തിൽ പറയുന്ന അറബി പദമാണ് ബർക്കത്ത് എന്നുള്ളത്. ബർക്കത്ത് ആരുടെ കയ്യിലാ? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. എല്ലാവിധ ആധിപത്യത്തിൻ്റെയും അധിപനായിരിക്കുന്ന അള്ളാഹുവിൻ്റെ കയ്യിലാണ് ബർക്കത്തുള്ളത്. അത് വിശ്വാസികൾക്ക് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പ്രവാചക തിരുമേനിക്ക് വരെ ആ ബർക്കത്ത് ലഭിക്കാൻ വേണ്ടി നമ്മൾ 5 നേരത്തെ നമസ്കാര വേളകളിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചാ വന്നത് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദ്, ആ നിലയ്ക്കുള്ള പ്രാർത്ഥനകൾ. അപ്പോൾ ഇവർ പ്രതീക്ഷ ഈ ബർക്കത്ത്, ആ ബർക്കത്ത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഷിർക്കിലേക്ക് അഥവാ ഇലാഹാക്കുന്നതിലേക്ക് ആ വിഷയം മാറിയത്. എൻ്റെ വിഷയം അതല്ല. ഈ ചോദ്യം ചോദിച്ചാരാ? ഈ വൃക്ഷത്തെ ചോദിച്ചാരാ? ധാത്തു അനുപാതത്തിനെ ചോദിച്ചാരാ? ഇസ്ലാമിനെ ആഴത്തിൽ പഠിച്ച, നേരത്തെ ജാഹിലിയത്ത് കൃത്യമായിട്ട് അറിയുന്ന, അതിൻ്റെ വിശ്വാസ കാര്യങ്ങളെ കൃത്യമായി ആഴത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആളുകളാണോ? അല്ല. ഇന്നലെ കടന്നു വന്നവർ, അല്ല, ഇന്ന് കടന്നു വന്നവർ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നവരും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങാൻ അവസരം കിട്ടിയിട്ടില്ല. നമുക്കറിയാം, ഈ നവോത്ഥാന പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം, ഈ പ്രസ്ഥാനത്തിൻ്റെ ലാബലിൽ ഏറ്റവും അവസാനം രംഗത്ത് വന്നിരിക്കുന്ന ടീം അവരാണല്ലോ നമ്മൾ ഈ വിസ്റ്റം കൂടോത്രവാദികൾ എന്നൊക്കെ പറയുന്നത്, അല്ലേ? അവരിലൂടെയാണ് ഏറ്റവും പ്രകടമായി സകലമാന അന്ധവിശ്വാസങ്ങളും ശിർക്കൻ ധാരകളും മെല്ലെ മെല്ലെ ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരും ഇവിടുത്തെ പഴയ അന്ധവിശ്വാസികളും തമ്മിൽ എവിടെയെല്ലാം വിയോജിക്കുന്നുണ്ട്, എവിടെയെല്ലാം യോജിക്കുന്നുണ്ട് എന്ന് ഇന്ന് കണ്ടെത്തുക പ്രയാസമാണ്. കാരണം ഏതാണ്ട് മിക്ക കാര്യങ്ങളിലും ഒരേ നിലപാടിലേക്ക്, ഒരേ സ്വഭാവത്തിലേക്ക്, ഒരേ സംസ്കാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സമസ്തക്കാർ, അവർക്കിടയിൽ ഒരുപാട് ശിർക്കുണ്ട്, ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്. അതിങ്ങനെ പോയി 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 ഇന്ന ഇന്ന ശേഖന്മാരാണ്, അല്ലെങ്കിൽ തലക്ക് വെളിവില്ലാത്ത ചിലരാണ് ഞങ്ങളുടെ പടച്ചോനെ എന്ന് വരെ പറയുന്നിടത്തൊക്കെ അവരെത്തിയിട്ടുണ്ട്. മരിച്ചുപോയ മഹാത്മാക്കൾക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന പ്രത്യേക കഴിവ് കൊണ്ട് വിളിച്ചു തേടിയാൽ, ആ കഴിവ് കൊണ്ട് അവർ സഹായിക്കുമെന്ന് കരുതി വിളിച്ചു തേടിയാൽ അവർ ഉത്തരം ചെയ്യുമെന്നും, അങ്ങനെ തേടുന്നത് ശിർക്കല്ല എന്നും, അങ്ങനെ തേടിയാൽ അതിന് പ്രതിഫലമുണ്ട് എന്നും വിശ്വസിക്കുന്നിടത്താണ് സമസ്തക്കാരുള്ളത് എങ്കിൽ, നേരത്തെ അലിമതിന് സൂചിപ്പിച്ച പോലെ മലക്കുകൾക്കും ജിന്നുകൾക്കുമൊക്കെ അള്ളാഹു നൽകിയിട്ടുള്ള പ്രത്യേക കഴിവുകൾ കൊണ്ട് അവർ നമ്മളെ സഹായിക്കുമെന്ന് കരുതി അവരോട് തേടിയാലും അത് ശിർക്കാവുകയില്ല എന്നിടത്തേക്കാണ് നമ്മുടെ ഈ സഹോദരങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മരിച്ചുപോയ മഹാത്മാക്കളെയോ അവർ ചെയ്തിരിക്കുന്ന സൽക്കർമ്മങ്ങളെയോ മുൻനിർത്തി, അല്ലെങ്കിൽ അവരോട് തന്നെയോ തവസ്സുലി എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥന, അതും ശിർക്കല്ല എന്ന വാദമാണ് ഇവിടുത്തെ സമസ്തക്കാർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇസ്ലാം അനുവദിച്ചതും ഒരു വേള ആവശ്യപ്പെട്ടതും അംഗീകരിച്ചുമായിരിക്കുന്ന തവസ്സുൽ എന്ന സംഗതിയുണ്ട്, വസീല എന്ന സംഗതിയുണ്ട്, അതാരും നിഷേധിക്കുന്നില്ല. നമ്മുടെ അമലുകൾ മുൻനിർത്തി നമുക്ക് പ്രാർത്ഥിക്കണം. ആ അമലുകളിലൂടെ, സൽപ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അത് ഖുർആൻ ആവശ്യപ്പെട്ടതാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല വജാഹിദു ഫീ സബീലി. 3 കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. 2, അവനിലേക്ക് നിങ്ങൾ വസീല തേടണം. 3, അവൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിൽ ഏർപ്പെടണം. ഈ 3 കാര്യങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാവുമല്ലോ. അങ്ങനെ അതുപോലെ തന്നെ വസീല തേടുവാനുള്ള വഴികൾ അള്ളാഹുവിൻ്റെ അസ്മാ വസിഫാത്ത് എന്ന് പറയുന്ന, അഥവാ നാമവിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനോട് തേടുക എന്ന വസീല, എന്ന തവസ്സുൽ, അത് ഇസ്ലാം അനുവദിച്ചതും ചിലപ്പോഴൊക്കെ ആവശ്യപ്പെട്ടതുമാണ്. പിന്നെയുമുണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. എന്നാൽ അതിനപ്പുറത്തേക്ക് മറ്റു ചിലരിലൂടെ, മരിച്ചുപോയ മഹാത്മാക്കളിലൂടെ, അല്ലെങ്കിൽ അവർ ചെയ്തിരിക്കുന്ന നന്മകളിലൂടെ നമുക്കെന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുമെന്ന് കരുതി നടത്തുന്ന പ്രാർത്ഥനകൾ, ഇത് ശരിക്കും ശിർക്കിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ്. അതിന് തവസ്സുൽ എന്ന് പേരിട്ടത് കൊണ്ട് മാത്രം അത് അനുവദിക്കപ്പെട്ടതോ ഹലാലാക്കപ്പെട്ടതോ ആവുകയില്ല എന്ന് തിരിച്ചറിയണം. മറ്റൊന്നുള്ളത്, ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട്, ജീവിച്ചിരിക്കുന്ന സമൂഹത്തോടൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. ഹജ്ജിനും ഉംറയ്ക്കൊക്കെ പോകുന്ന ആളുകളോട് നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം എന്ന് പറയാറുണ്ട്. പ്രവാചക തിരുമേനി വരെ അങ്ങനെ സ്വഹാബികളോട് പറഞ്ഞിട്ടുണ്ട്. അതാവാം. പക്ഷേ ഇതൊന്നും ഇന്നിവിടുത്തെ സമസ്തക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന തവസ്സുലി എന്ന പേര് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായി യാതൊരു ബന്ധമല്ല. അഥവാ അതിന് വിരുദ്ധമായിരിക്കുന്ന മാർഗമാണ് അവർ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന്, ഇസ്തിഗാസ എന്ന പേരിൽ മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന തേട്ടങ്ങളാണ്. തീർത്തും പച്ചയായ ശിർക്കിലേക്ക് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥന തന്നെയാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്തിഗാസ തന്നെയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ പല തരങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇസ്തിഗാസയാണെങ്കിൽ, മറ്റൊന്ന് ഇസ്തിആനത്താണെങ്കിൽ, മറ്റൊന്ന് ഇസ്തിആദത്താണെങ്കിൽ, മറ്റൊന്ന് ഇസ്തിഗ്ഫാറാണെങ്കിൽ, അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന തലങ്ങളിൽ അതിനെ അവൻ ലഭിക്കും. സഹായമാണ് തേടുന്നതെങ്കിൽ അതിന് ഇസ്തിആദ എന്നോ അല്ല ഇസ്തിഗാസ എന്നോ ഇസ്തിആനത്ത് എന്നൊക്കെ പറയാം. കാവൽ തേടുകയാണെങ്കിൽ ഇസ്തിആദ എന്ന് പറയാം.
പൊറുക്കലെ തേടിയാണെങ്കിൽ ഇസ്തിഗ്ഫാർ എന്ന് പറയാം. പക്ഷെ ഇതൊക്കെ എന്താണ്? പ്രാർത്ഥനയാണ്, ഇബാദത്താണ്. അള്ളാഹുവിനോട് നിർവഹിക്കുമ്പോൾ അത് തൗഹീദായിരിക്കും. അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുമ്പോഴോ അത് ശിർക്കിലേക്ക് മാറും. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച പ്രാർത്ഥന നേരത്തെ സൂചിപ്പിച്ചു. ആ പ്രാർത്ഥനയെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഖുർആൻ പറഞ്ഞത്, ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നിങ്ങൾ ഇസ്തിഗാസ് നടത്തിയ സന്ദർഭം, സഹായം തേടിയ സന്ദർഭം, അഥവാ പ്രാർത്ഥിച്ച സന്ദർഭം, അത് ശ്രദ്ധേയമാണ്. അള്ളാഹു ഉത്തരം നൽകിയിരിക്കുന്നു. ആ ഉത്തരം എന്താ? അള്ളാഹു തന്നെ നൽകുന്ന സഹായം മലക്കുകൾ ഇറക്കിക്കൊണ്ട്. എന്നാൽ ആ പ്രവാചക തിരുമേനി നേരിട്ട് പിന്നീടൊരു യുദ്ധത്തിലോ പിന്നീട് ഏതെങ്കിലും സാഹചര്യത്തിലോ അവിടെ അള്ളാഹു അയച്ചു എന്ന് പറയുന്ന മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകളോട് നേരിട്ട് തേടിയോ? അടുത്തൊരു യുദ്ധം വരുമ്പോൾ ഉഹുദ് വരെയാണ്. ആ ഉഹുദ് യുദ്ധത്തിൽ ബദറിൽ നമ്മളെ സഹായിച്ചിരിക്കുന്ന മലക്കുകൾ ജീവിച്ചിട്ടുണ്ടല്ലോ. ആ മലക്കുകളെ, അഥവാ സഹായിക്കാൻ അള്ളാഹു ഇട്ടിരിക്കുന്ന മലക്കുകൾ, ആ മലക്കുകളോട് നേരിട്ട് തേടിയോ? അവർക്ക് അള്ളാഹു കൊടുത്തിരിക്കുന്ന കഴിവ് കൊണ്ട് അവർ നമ്മളെ സഹായിച്ചേക്കുമെന്ന് കരുതി തേടിയോ? അങ്ങനെ തേടാൻ വല്ല മാതൃകയുണ്ടോ? പോട്ടെ, ബദറിൽ ഷഹീദായിരിക്കുന്ന, മരണപ്പെട്ടു പോയിരിക്കുന്ന 10-14 സ്വഹാബികളുണ്ടല്ലോ, അവരിൽ ആരോടെങ്കിലും തേടിയോ? ഇല്ല. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും, മരിച്ചുപോയ മഹാത്മാക്കളോടാണെങ്കിലും ജീവിച്ചിരിക്കുന്ന മലക്കുകളോടോ ജിന്നുകളോടാണെങ്കിലും തേടാനുള്ള ഒരു മാതൃകയും ഒരു മാർഗവും മതം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാമിൽ അതിനുള്ള ഉദാഹരണങ്ങൾ കാണുക സാധ്യമല്ല. അവിടെയാണ് ഈ വിഷയത്തിൻ്റെ മർമ്മം നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ഈ ഒരു സമയം മതിയാവാത്തത് കൊണ്ട് ഞാൻ ഓടിച്ചു പോവാണ്. ഇതുപോലെ തന്നെ ഇങ്ങനെ അതിൻ്റെ മറ്റൊരു ഭാഗമാണ് ഇവിടെ മിക്ക ഇടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഖബറാരാധനയും ഖബർ പൂജയും അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നമ്മൾ കേട്ടും അറിഞ്ഞും കണ്ടും മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഇവരുടെ സമസ്തക്കാരുടെ ആദർശങ്ങളായി അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളായി സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്. പിന്നെ നേരത്തെ തന്നെ കൂടെയുള്ള ജിന്നും ഷെയ്ത്താനും സിഹിറും കണ്ണേറും പിഞ്ഞാണമെഴുത്തും ഉറുക്കും മന്ത്രവും അനുബന്ധമായിരിക്കുന്ന ഒട്ടേറെ കാര്യങ്ങൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരണ കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനുള്ള അർഹത നേടുവാൻ കാരണമായി വച്ചിരിക്കുന്ന വിഷയങ്ങൾ ഏതൊക്കെയുണ്ടോ ആ വിഷയങ്ങളെ മുഴുവനും തകർത്തെറിഞ്ഞുകൊണ്ട് അന്ധവിശ്വാസങ്ങളിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ടീം, അതാണ് ഇവിടുത്തെ സമസ്തക്കാർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യവും ധർമ്മവും. അവ എല്ലാം അതിലുണ്ട്. മരിച്ചുപോയ മഹാത്മാക്കളുള്ള പ്രാർത്ഥനയുണ്ട്, അവരെ ഇടയാളന്മാരാക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഇസ്തിഗാസ എന്ന പേരിലുള്ള പ്രാർത്ഥനയുണ്ട്. അതിന് പുറമെ ഈ ജിന്നുകൾ ശരീഅത്ത് കയറിക്കൂടുമെന്നും പലവിധ എന്താ പറയുക അനർത്ഥങ്ങൾ ഉണ്ടാക്കുമെന്നും രോഗമുണ്ടാക്കുമെന്നും അവരടിച്ചിറക്കാമെന്നും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അതിൻ്റെ കൂടെ മാരണത്തിൻ്റെ ഫലസിദ്ധിയും കണ്ണേറിൻ്റെ ഫലസിദ്ധിയും അനുബന്ധമായിരിക്കുന്ന കാര്യങ്ങളും. ഈ ഫലസിദ്ധിയൊന്നും വിശ്വസിക്കുന്നതൊന്നും എന്തല്ല, അതൊന്നും ശിർക്കല്ല എന്ന വാദങ്ങളും കോലാഹലങ്ങളും. അവിടെയാണ് സമസ്തക്കാരുള്ളത്. ഈ സമസ്തക്കാരിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമ്മുടെ വിസ്ഡം ടീമിനും അവർ നേരത്തെ ഒട്ടിയിരുന്നിരുന്ന CD ടീമിനുള്ളത്? എന്താണ് വ്യത്യാസമുള്ളത്? ഞാൻ നോക്കിയിട്ട് കാര്യമായിട്ട് വ്യത്യാസം കണ്ടിട്ടില്ല. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണെന്ത്? ഈ മാരണത്തിനും കണ്ണേറിനുമൊക്കെ യാഥാർത്ഥ്യവും പ്രതിഫലവുമുണ്ട് എന്ന് വിശ്വസിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ വിശ്വസിക്കുന്ന ശിർക്കല്ല എന്ന് സമൂഹത്തോട് വിളിച്ചു പറയുന്നു. ഇത് സമസ്തക്കാർ ചെയ്യുന്ന പണി തന്നെയാണ്. അവർ ചെയ്യുന്ന ഖബർ പൂജയോ അല്ലാഹു അല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കലോ മരിച്ചുപോയവരോട് തേടലോ ആ ഇസ്തിഗാസയോ അപ്പറഞ്ഞ തവസ്സുലോ ഒന്നും ശിർക്കല്ല, തൗഹീദ് തന്നെയാണ് എന്നാണ് അവരും വാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പറഞ്ഞ മാരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടുത്തെ വിശുദ്ധക്കാരും സീഡിക്കാരക്കാരനല്ലേ ചെയ്യുന്നത്? ഈ ഞാൻ പറഞ്ഞല്ലോ, മാരണത്തിനും ഇവർ പറയുന്ന കണ്ണേറിനുമൊക്കെ എന്തെങ്കിലും പ്രതിഫലമുണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ ആദ്യൊരു കാര്യം വിശ്വസിക്കണം. എന്താ? അദൃശ്യമായ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഒക്കെയുള്ള പ്രത്യേകമായിരിക്കുന്ന എന്തൊക്കെയോ ചില കഴിവുകൾ അല്ലെങ്കിൽ പ്രത്യേകമായിരിക്കുന്ന ചില സ്വാതന്ത്ര്യം ചില പ്രത്യേക മനുഷ്യർക്കോ അല്ലെങ്കിൽ പ്രത്യേക ജീവികൾക്കോ അള്ളാഹു നൽകിയിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ ഉണ്ടോ? അങ്ങനെ അദൃശ്യമായ മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കാനോ ഉപദ്രവിക്കുവാനോ ഉള്ള
എന്തെങ്കിലും ഒരു സ്വാതന്ത്ര്യം ഇവിടെയുള്ള ഏതെങ്കിലും സൃഷ്ടികൾക്ക് പടശ്രമം നൽകിയിട്ടുണ്ടോ? ഇല്ലാത്ത കാലത്തോളം ആ വിശ്വാസം പച്ച ശിർക്കുന്നില്ല എന്ന് പറയാം. അത്രയുള്ള വിഷയം. ആ ശിർക്കിനെയാണ് ശിർക്കല്ല എന്ന് വാദിക്കാൻ വേണ്ടി ഇവിടെ പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിഷയത്തെയാണ്. അത് ഇരു വിഭാഗവും ഒരുപോലെ തന്നെ സമാനമായ രൂപത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ ഇതിൻ്റെ മറ്റൊരു ഭാഗം എന്താ അറിയോ? ഇതിൻ്റെ മറുവശം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശിർക്കിലേക്ക് പോകുന്ന കാര്യങ്ങളാണ്. ശിർക്കാണ് എന്നതിൽ അഭിപ്രായത്തൊന്നുമില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് അംഗീകരിച്ചിരിക്കുന്ന ആളുകൾ അവരിൽ ശിർക്ക് വരുമെന്നും വന്നിട്ടുണ്ട് എന്നും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുമൊക്കെ എല്ലാവർക്കും സമ്മതിക്കുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ അവർ ശിർക്ക് വന്നാലും അവരഭിസംബോധന ചെയ്യേണ്ട എങ്ങനെയാ? ഇസ്ലാമിക പ്രമാണങ്ങളോട് വായിച്ചെടുത്താൽ ബോധ്യമാകുന്നത് അവരഭിസംബോധന ചെയ്യേണ്ടത് മുസ്ലിങ്ങൾ തന്നെയാണ്. മുസ്ലിങ്ങൾ തന്നെ വിളിക്കേണ്ടത്. മുശ്രിക്കുകളെ എന്ന് വിളിക്കാനുള്ള വകുപ്പ് കാണുന്നില്ല. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പേരിന് മാത്രം അംഗീകരിക്കുകയും മുഹമ്മദ് റസൂലുള്ളാഹി എന്നത് പേരിന് പോലും അംഗീകരിക്കാതിരിക്കുകയും പരിശുദ്ധ കഅബയെ ഖിബ്ലയായി സ്വീകരിക്കാതിരിക്കുകയും വിശുദ്ധ ഖുർആൻ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന വേദക്കാരെന്ന് പറയുന്ന ജൂത ക്രൈസ്തവ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഖുർആൻ സംസാരിക്കുന്നത് യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ എന്നാണ്. യാ യുഹൽ മുശ്രിക്കൂൻ എന്നോ യാ യുഹൽ കാഫിറൂൻ എന്നോ അല്ല. അങ്ങനെയെങ്കിൽ പേരിനെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹി മുഹമ്മദ് റസൂലുള്ളാഹിയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നവരെ മുശ്രിക്കുകളെ എന്നോ കാഫിറുകളെ എന്നോ വിളിക്കാൻ നമുക്ക് നിർവാഹമല്ല. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നാളിതുവരെയുള്ള നയ സമീപനങ്ങളുടെ നിലപാടുകളുടെ ഭാഗവും അതങ്ങനെ തന്നെയാണ്. എന്നാൽ ചിലരൊക്കെ നമ്മൾ അവരെ മുശ്രിക്കാക്കുന്നു, അവരെ മുശ്രിക്കെന്ന് വിളിക്കുന്നു എന്നൊക്കെ ആക്ഷേപിക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞെങ്കിലേ പിടിച്ചിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അത് മുജാഹിദ് പ്രസ്ഥാന നിലപാടല്ല, നയമല്ല. പിന്നെന്താ? ഇന്ന കാര്യം ഷിർക്കാണ്, കുഫറാണ്, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കണം, ശ്രദ്ധിക്കണം. അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ, അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ, എന്നിട്ട് അവരെ മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് മുജാഹിദ് പ്രസ്ഥാനം എക്കാലം നടത്തിയിട്ടുള്ളത്. ആ ശ്രമത്തിൽ നമ്മൾ ഇനിയും മുന്നോട്ട് പോകുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന മുസ്ലിം പള്ളികൾ, അവയെക്കുറിച്ച് അത് ക്ഷേത്രങ്ങളാണ്, അമ്പലങ്ങളാണ് എന്ന് പറയുന്ന ശൈലിയും ശീലവും അതും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതല്ല, മുസ്ലിങ്ങളുടേതല്ല. എന്താ കാരണം? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച കാലത്തും മദീനയിൽ നിന്ന് പിന്നീട് ഉംറക്കൊക്കെ വരുന്ന കാലത്തുമൊക്കെ ആ കഅബക്കകത്തും പുറത്തുമായി എത്ര വിഗ്രഹങ്ങളുണ്ട്! ആളുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹങ്ങൾ. ആ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ, അവിടെ വിഗ്രഹാരാധന നടന്നുകൊണ്ടിരിക്കെ തന്നെ ആ കഅബയെക്കുറിച്ച് ക്ഷേത്രമാണ്, അവിടുത്തെ തവാഫ് ക്ഷേത്ര പ്രദക്ഷിണമാണ് എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഹജ്ജിലെയും ഉംറയിലെയും റുക്നുകളിൽ ഫർദുകളിൽപ്പെട്ട കാര്യമാണെന്ത്? സഅയ് ചെയ്യുക എന്നുള്ളത്, അല്ലേ? സുന്നത്തല്ല, ഫർദ് തന്നെയാണ്, റുക്ൻ തന്നെയാണ്. അത് ചെയ്തെങ്കിൽ ആ കർമ്മം പൂർത്തിയാവുള്ളൂ. എന്നാൽ ആ കർമ്മം നിർവഹിക്കുന്നതിനെ കുറിച്ച് ഖുർആനിൽ വന്നിരിക്കുന്ന പരാമർശം എന്താ? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാ ഫമൻ ഹജ്ജൽ ബൈത അവ ഉതമറ ഫലാ ജുനാഹ അലൈഹി അയ്യത്തവഫ ബിഹിമാ. സഫയും മർവയും അല്ലാഹുവിന്റെ ശിആറുകളാണ് എന്ന് പറഞ്ഞിട്ട് അത് പൂർത്തീകരിക്കും. പറഞ്ഞെന്താ? അവിടുത്തെ സഅയ്, ആ സഅയ് കുറ്റകരമല്ല എന്ന് പറഞ്ഞു. എന്താ അങ്ങനെ പറയാൻ കാരണം? സഅയ് നിർവഹിക്കണം എന്നല്ലേ പറയേണ്ടത്, നിർബന്ധമായ കാര്യമല്ലേ? പക്ഷേ അങ്ങനെ ചെയ്തത് കുറ്റകരമല്ല എന്നെന്തുകൊണ്ടാണ് പറഞ്ഞത്? മറ്റൊന്നും കൊണ്ടല്ല. ആ സഫക്ക് മർവക്കുമൊക്കെ മുകളിൽ ധാരാളം വിഗ്രഹങ്ങൾ നേരത്തെ തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ വിഗ്രഹങ്ങൾ ഉണ്ടായിരിക്കെ അവിടെ നടക്കുന്ന സഅയ് ശരിയാകുമോ എന്ന ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ സംശയത്തിൻ്റെ ഉത്തരമായിരുന്നു ആയത്ത് ഞാൻ സൂചിപ്പിച്ചത്. അവിടെയൊന്നും എന്തില്ല, ഈ പറഞ്ഞ വിഷയങ്ങളൊന്നുമില്ല. എനിക്ക് 2 മിനിറ്റ് കൂടി ഉണ്ടെന്നാ പറഞ്ഞു കേട്ടോ, അവിടെ സംസാരിക്കുള്ളൂ. അപ്പോൾ എന്നിട്ട് പരിശുദ്ധ കഅബയെ അമ്പലമാക്കിയിട്ടില്ല, അങ്ങനെ പ്രഖ്യാപിച്ചില്ല. ആ വിശ്വാസമുള്ള ആളുകളെ അവരുടെ മനസ്സിൽ നിന്ന് ആ വിഗ്രഹങ്ങളെയൊക്കെ ആദ്യം ഇറക്കിയെടുക്കുകയും ആ മുശ്രിക്കുകളുടെ മനസ്സുകളിൽ നിന്ന് ആ വിഗ്രഹങ്ങളൊക്കെ ഇറക്കി വിടുകയും എന്നിട്ട് അവർക്ക് ഈ ഷഹാദത്ത് പഠിപ്പിച്ചു കൊടുക്കുകയും അതിന് പിറകെ അവരുടെ കൈകൊണ്ട് തന്നെ അവിടെ നിന്ന് യഥാർത്ഥത്തിൽ ആ വിഗ്രഹങ്ങളൊക്കെ ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യുക എന്ന ശൈലിയാണ് പ്രവാചക തിരുമേനി സ്വീകരിച്ചത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ മുസ്ലിം സമൂഹത്തിലും ഷിർക്കുണ്ട്. ആ ഷിർക്കിൽ നിന്ന് അവരെ മുക്തരാക്കാൻ നമുക്ക് സാധ്യമാകുന്ന കാര്യങ്ങൾ നിർവഹിക്കുക. പക്ഷേ
അവരെ മുശ്രിക്ക് എന്ന് വിളിച്ചാക്ഷേപിക്കാൻ നമുക്ക് നിർവാഹമില്ല. അത് പ്രസ്ഥാനത്തിൻ്റെയോ മുസ്ലിം സമൂഹത്തിൻ്റെയോ പാരമ്പര്യമല്ല. ആരെങ്കിലുമൊക്കെ വ്യക്തിപരമായി വല്ലതൊക്കെ പറയുന്നുണ്ടാവും, അത് വേറെ വിഷയമാണ്. ഇനി ഒറ്റ കാര്യം കൂടിയുള്ളൂ. ഈ 3 ടീമും കൂടി യോജിക്കുന്നൊരു മേഖലയുണ്ട്. സമസ്തക്കാരും സീഡിക്കാരും അതുപോലെ നമ്മുടെ വിഷ്ണുക്കാരും കൂടി. എന്താ യോജിക്കുന്ന മേഖല? ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രമാണമായി വിശുദ്ധ ഖുർആനോ പ്രവാചക ചര്യയോ ഉദ്ധരിച്ചാൽ ഈ 3 ടീമും ഒരുപോലെ പറയും അത് ഏത് പണ്ഡിതന്റെ അഭിപ്രായത്തോടാണ് യോജിക്കുക. ഖുർആനിലൂടെ ഖുർആനിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഒരു തെളിവ്, പ്രവാചക ചര്യ എന്ന് കൊടുത്തിരിക്കുന്നൊരു തെളിവ്, ആ തെളിവ് സ്വീകരിക്കണമെങ്കിൽ അത് ഏതെങ്കിലും പണ്ഡിതന്റെ അഭിപ്രായത്തോട് യോജിച്ചെങ്കിൽ മാത്രമേ സാധ്യമാകൂ. സമസ്തക്കാരെ സകലമായ അന്ധവിശ്വാസങ്ങളുടെ ഇറക്കുമതി അങ്ങനെയാണ്. അതുപോലെ തന്നെ സീഡിക്കാരും ഈ വിഷ്ണുക്കാരും ഈ അന്ധവിശ്വാസങ്ങളെല്ലാം ഇപ്പോഴും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ മുസ്ലിം സമൂഹത്തിൻ്റെയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നിലപാടെന്താ? ഏതൊരു പണ്ഡിതന്റെയും അല്ല, ഒരു പണ്ഡിത സഭയുടെ വരെ അഭിപ്രായങ്ങളെ അത് ഖുർആനുമായോ പ്രവാചക ചര്യയുമായോ പൊരുത്തപ്പെടുമെങ്കിൽ മാത്രമേ സ്വീകരിക്കാവൂ. ഇത് പറയാൻ ഈ മുസ്ലിം സമൂഹത്തിൽ മർക്കസുദവ വിഭാഗമല്ലാത്ത ഒരു കുട്ടിയെയും കാണാൻ കഴിയില്ല. സങ്കടം എന്താ അറിയോ? ഒരു ഐക്യനാടകം നടന്നല്ലോ. ആ നാടകത്തിൽ ഒറ്റുകാരുടെ വേഷത്തിൽ നന്നായി അഭിനയിച്ചിരിക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്. അവരുടെയും അവസ്ഥ എന്താ? അവര് ഈ പറയുന്ന ശിർക്കും കുഫറൊന്നും അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയാറുണ്ട് സ്വകാര്യമായിട്ട്. പക്ഷെ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഷിർക്കിന്റെ പ്ലാറ്റ്ഫോമാ, അന്ധവിശ്വാസങ്ങളുടെ പ്ലാറ്റ്ഫോമാ. എങ്ങനെയാ? 5 നേരത്തെ നമസ്കാര വേളകളിൽ വമാ അന മിനൽ മുശ്രിക്കീൻ, ഞങ്ങൾ മുശ്രിക്കുകളുടെ കൂടെയല്ല, ഞങ്ങൾ മുശ്രിക്കുകളിൽപ്പെട്ടവരല്ല, ഞങ്ങളുടെ കൂടെ ശിർക്ക് ചെയ്യുന്നവരോ ശിർക്കൻ വിശ്വാസമുള്ളവരോ ഇല്ല, ഞങ്ങൾ അങ്ങനെയുള്ള ആരുടെയും കൂടെയല്ല എന്ന് പറയാൻ എന്ത് അർഹത അവർക്കുള്ളത്? അത് നിസ്സാരമായ വിഷയമല്ല. ഞാൻ സൂചിപ്പിച്ചത്രയേ ഉള്ളൂ. ഈ 3 വിഭാഗവും യോജിക്കുന്ന മേഖലയാണത്, പ്രമാണങ്ങളുടെ സമീപനം. എന്നാൽ മുസ്ലിം സമൂഹത്തിന്റെ മുജാഹിദ് പ്രസ്ഥാന സമീപനം എന്താ? എത്ര വലിയ പണ്ഡിതനാണെങ്കിലും എത്ര വലിയ പണ്ഡിത സഭകളാണെങ്കിലും അവർ ഏതെങ്കിലും അഭിപ്രായങ്ങൾ മതവിഷയത്തിൽ പറഞ്ഞാൽ അത് ഖുർആനുമായോ പ്രവാചക ചര്യയുമായോ പൊരുത്തപ്പെടുമെങ്കിൽ മാത്രമേ സ്വീകരിക്കേണ്ട ബാധ്യതയുള്ളൂ, ഇല്ലെങ്കിൽ സ്വീകരിക്കില്ല. ഇത് നമ്മൾ മാത്രം പറഞ്ഞല്ല. ഇമാം ഷാഫി അടക്കമുള്ള മദ്ഹബിന്റെ പണ്ഡിതന്മാരെ കൃത്യമായി പറഞ്ഞു, ഇദാ റഅയ്തും കലാമി യുഖാലിഫുൽ ഹദീസ് ഫഅമലു ബികലാമി ഫഅമലു ബിൽ ഹദീസ് വദ്രിബു ബികലാമി അൽ ഹൈത്ത്. ഞങ്ങളുടെ അഭിപ്രായങ്ങൾ അതാണ് പറഞ്ഞത്, എൻ്റെ അഭിപ്രായങ്ങൾ, എൻ്റെ വാക്കുകൾ, എൻ്റെ നിർദ്ദേശങ്ങൾ അത് നിങ്ങൾ പ്രവാചക ചര്യയുമായി പൊരുത്തപ്പെടുന്നുണ്ടോ തട്ടിച്ചു നോക്കണം, താരതമ്യം ചെയ്യണം. എന്നിട്ട് പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ എന്നാൽ ഇമാം ഷാഫി പറഞ്ഞതല്ലേ, ഇമാം മാലിക് പറഞ്ഞതല്ലേ, ഇമാം അബൂ ഹനീഫ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് സ്വീകരിക്കല്ല വേണ്ടത്. ഈ അഭിപ്രായങ്ങളെ അപ്പുറത്തേക്ക്, ചുമരിൻ്റെ അപ്പുറത്തേക്ക് വലിച്ചെറിയണം. എന്തിനാ? പിന്നൊരുക്കെ പോയി തിരിഞ്ഞു നോക്കണം തോന്നാതിരിക്കാൻ. എന്നിട്ട് പ്രവാചക ചര്യ അനുസരിച്ച് മുന്നോട്ട് പോകണം. അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെയും മുസ്ലിം സമൂഹത്തിൻ്റെയും എന്നത്തെയും ആദർശധാര. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വിഷ്ണുക്കാരും സീഡിക്കാരും മാത്രം യോജിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊറ്റ വിഷയമുള്ളൂ. പ്രധാനമായി ഈ 2 ടീമും ഒരേ വഴിയിലൂടെയാണ് വളർന്നു വന്നത്. ഏതാണ് വഴി? കളവ് പറയുക, കള്ള ആരോപണങ്ങൾ നടത്തുക, കള്ള കേസ് കൊടുക്കുക, കള്ളസാക്ഷ്യം വഹിക്കുക, കള്ളത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കുക. ആ വഴിയിലൂടെ വളർന്നു വന്നവരാണ് ഈ 2 ടീമും. പ്രത്യേകിച്ച് 2002 മുതൽ 2002 സകലമാന കള്ളക്കേസുകളുടെയും കാലത്ത്, സകലമാന കള്ളാരോപണങ്ങളുടെയും കാലത്ത് ഈ പറഞ്ഞ ടീമൊക്കെ ഒരുമിച്ചാണ്. ഇവർ ഒന്നിച്ചു നിന്നും വിഘടിച്ചു നിന്നും നിർവഹിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതാണ്. എന്നിരിക്കെ അങ്ങനെ വളർന്നു വന്നിരിക്കുന്ന ആളുകൾ ഇപ്പോൾ പറയുന്നത് മാത്രം എങ്ങനെ സത്യാവുക? അത് മാത്രം കളവാവില്ല എന്ന് എങ്ങനെ വിശ്വസിക്കുക? ഒന്നുകൂടി ഉണ്ടായില്ലേ? എന്താ? മഹാനായിരിക്കുന്ന KP മുഹമ്മദിയുടെ കാലഘട്ടത്തിലൊക്കെ കേരളക്കരയിൽ ഇസ്ലാഹി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ലഭിച്ചിരുന്ന ചില ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഈ 2 വിഭാഗം കൂടി കൈയടക്കി വെക്കുകയും അതുപയോഗിച്ച് കള്ളക്കേസുകൾ നടത്തുകയും അങ്ങനെ മുന്നോട്ട് പോവുകയും 2 കൂടി വിഘടിച്ചപ്പോൾ അതവരെന്ത് ചെയ്തു? പരസ്പരം ഓരോരുത്തരും കൈയിട്ട് വാരുകയോ അല്ലെങ്കിൽ അടിച്ചു മാറ്റുകയോ ചെയ്തു. ആ അടിച്ചു മാറ്റിയിരിക്കുന്ന പണവുമായിട്ടാണ് നമ്മളെ ഈ സഹോദരന്മാർ ഇപ്പം ഈ ദൈവത്ത് എന്ന് പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ എവിടെയും ഹക്കും ബാത്തിലുമില്ലാത്ത, കളവ് പറയുന്നതിന് മടിയില്ലാത്ത, കള്ളക്കേസുകൾക്കും കള്ള സാക്ഷ്യങ്ങൾക്കും മടിയില്ലാത്ത ടീം. ഒറ്റ സങ്കടം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. അത് മറ്റൊന്നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒറ്റുകാരുണ്ടല്ലോ,
ആ ഒറ്റുകാര് അവിടെ ചെന്ന് ചേർന്നപ്പോൾ സംഭവിച്ചെന്താ? പണ്ടേ പറയാറുണ്ട്, രോഗമേ പകരൂ, ആരോഗ്യം പകരില്ല എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോയിരിക്കുന്ന ഒരു സംസ്കാരവും അവരിലേക്ക് പകർന്നിട്ടില്ല. മറിച്ച് അവരുടെ തെറ്റായ ബാത്തിലായ മുഴുവൻ സംസ്കാരവും ഏറ്റുവാങ്ങി അതിലിങ്ങനെ കൂപ്പുകുത്തി കിടക്കുക. കള്ളക്കേസുകൾക്ക് ഇന്നവർ സാക്ഷികളാണ്, അതുപോലെ വാദികളാണ്. ഒരു വേള നമ്മുടെ ഏറ്റവും മുതിർന്ന പണ്ഡിതന്മാർക്ക് നേരെ വരെ ഇല്ലാത്ത കഥകൾ മെനഞ്ഞുണ്ടാക്കി കള്ളക്കേസുകൾ കൊടുക്കുന്നതിൽ വരെ മുൻപതി നിൽക്കുന്ന അവസ്ഥയിലേക്ക് അവർ മാറിയിരിക്കുന്നുവെങ്കിൽ ആ ദുരവസ്ഥയിൽ നമ്മൾ ആ സങ്കടം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അതിൽ സൂചിപ്പിച്ച വിഷയത്രയേ ഉള്ളൂ. ഏത് കാലഘട്ടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അംഗീകരിച്ചിരിക്കുന്ന ടീമാണെങ്കിലും അവരിലേക്കും ശിർക്ക് വരും, ബിദ്അത്തുകൾ വരും, അന്ധവിശ്വാസങ്ങൾ വരും, അനാചാരങ്ങൾ വരും. വരാതിരിക്കണമെങ്കിൽ പ്രമാണബദ്ധമായി യുക്തിഭദ്രമായി തങ്ങളുടെ മത ആദർശങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതോടൊപ്പം തന്നെ ആ വിഷയത്തിൽ നല്ല ജാഗ്രത പാലിക്കണം. ഏതൊരു കാര്യവും നമ്മിൽ ഉണ്ടാകുമ്പോൾ ഇത് ഇന്ന പ്രമാണങ്ങൾക്കെതിരാണല്ലോ എന്ന് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ അവരെ പുത്തൻവാദിയാക്കിയോ ഹദീസ് നിഷേധിയാക്കിയോ മതവിരുദ്ധനാക്കിയോ മാറ്റി നിർത്തുന്നതിന് പകരം ആ പറയുന്ന കാര്യത്തിൽ കടമ്പുണ്ടോ കാതലുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അത് ഉറപ്പുവരുത്തുവാനും തങ്ങളിൽ വന്നിരിക്കുന്ന പാകപ്പിഴവുകൾ ഏത് മേഖലയിലാണെങ്കിലും തിരുത്തുവാനുമുള്ള ആ വിശാല മനസ്സാണ് എല്ലാവർക്കും ആവശ്യം. അത് അങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കട്ടെ എന്ന് ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദർശധാരയിൽ വ്യതിയാനങ്ങളില്ലാതെ വ്യതിചലനങ്ങളില്ലാതെ തനിമയാർന്ന തെളിമയാർന്ന ആദർശവിധിയിൽ അടിയുറച്ച് ഇന്നും നിലനിൽക്കാൻ സാധിക്കുന്നതിൽ പടച്ചറബിനെ പ്രത്യേകമായി സ്തുതിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.